കുത്തബുദ്ദീൻ ഐബക്ക് ഗോറി മരിച്ചതോടെ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ അടിമയായ കുത്തബുദ്ദീൻ ഐബക്ക് ഡൽഹിയിലെ സുൽത്താനായി. അങ്ങനെ ഡൽഹിയിൽ സുൽത്താൻ ഭരണം ആരംഭിച്ചു. അടിമവംശം സ്ഥാപിച്ച ഇദ്ദേഹമാണ് 1206 1526 വരെയുള്ള കാലഘട്ടത്തിൽ 5 രാജവംശങ്ങളാണ് ഡൽഹി ഭരിച്ചത്. അടിമവംശം, ഖിൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. 1206 അടിമവംശം സ്ഥാപിച്ചത്. സ്ലൈവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ മംലുക് ഡൈനാസ്റ്റി എന്ന് ഇത് അറിയപ്പെടുന്നു. ലാഖ് ബക്ഷ എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചത്. ലാഖ് ബക്ഷ എന്നാൽ ലക്ഷങ്ങൾ നൽകുന്നവൻ, ഉദാരമനസ്കൻ, ദയാലു, ദാനം നൽകുന്നവൻ എന്നെല്ലാമാണ് അർത്ഥം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്തൂപമായ കുത്തബ് മീനാറിൻ്റെ പണി ആരംഭിച്ചത് കുത്തബുദ്ദീൻ ഐബക്കാണ്. 238 അടിയാണ് ഇതിൻ്റെ ഉയരം. ഡൽഹിയിൽ കുവൈറ്റ് ഇസ്ലാം പള്ളി ആരംഭിച്ചത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഇഷ്ടിക കൊണ്ട് പണി കഴിപ്പിച്ച ഏറ്റവും വലിയ മിനാരമാണ് ഇതിനുണ്ടായിരുന്നത്. 1993 യുനെസ്കോ ലോക പൈതൃകങ്ങളുടെ പട്ടികയിൽ കുത്തബ് മീനാറിനെ ഉൾപ്പെടുത്തി. 1190 മുതൽ 1199 വരെയുള്ള കാലഘട്ടത്തിലാണ് കുത്തബുദ്ദീൻ ഐബക്ക് കുത്തബ് മീനാറിൻ്റെ പണി നടത്തിക്കൊണ്ടിരുന്നത്. പോളോ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കുതിരപ്പുറത്ത് നിന്ന് വീണ് അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത്.